അസ്സലാമലൈക്കും. നമ്മളിന്നൊരു പോളയാണ് കേട്ടോ ചെയ്യണത്. ഒരു വെറൈറ്റി പോളയാണ്. വിരുന്നുകാരൊക്കെ വരും തോന്നുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണം, നല്ല ടേസ്റ്റിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്തു നോക്കാം. ഞാനിത് ഇതിലേക്ക് ചിക്കനും മുട്ടയൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വലുതാക്കി ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പരന്ന്. നല്ല ചെറിയ ഇതിലാണ് പോട്ടിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉയരത്തിൽ ഇത് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് മൈദയും സാധാരണ മൈദയും പിന്നെ 1/2 കപ്പിൽ നമ്മളെ ബ്രോസ്റ്റിൻ്റെയും ഫ്രൈഡ് ക്രിസ്പി ചിക്കൻ്റെയൊക്കെ കൂടെ കോട്ടിങ് ചെയ്യാൻ വേണ്ടി ഒരു മൈദ ഇട്ടൂലേ, എരിവും ഉപ്പൊക്കെ അല്ലേ, ആ മൈദയാണ് ഒരു 1/2 കപ്പ് ചേർത്ത്. അങ്ങനെ ടോട്ടലായിട്ട് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാവിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വെറും മൈദ വെച്ച് ചെയ്യണില്ലാറെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ആ മാവ് കഴിക്കുമ്പോൾ തന്നെ കേട്ടോ. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും, ബ്രോസ്റ്റ് വാങ്ങുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഫ്രൈഡ് ക്രിസ്പി ചിക്കനോ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് അതിൽ മൈദ കോട്ടിങ് കിട്ടുമല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡ പൗഡർ, ബേക്കിംഗ് പൗഡറല്ല സോഡയാണ് കേട്ടോ ചേർത്തത്, അപ്പ സോഡയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഞാനെടുത്ത പൊടിക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് മൈദയും 1/2 കപ്പ് പിന്നെ ക്രിസ്പി പൗഡറിൻ്റെ ഇതുമാണല്ലോ ചേർത്തത് മൈദ. അതിലേക്ക് അങ്ങനെ 1 കപ്പ്, ടോട്ടൽ 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 1 കപ്പ് പാല് കറക്റ്റായിരുന്നു. നിങ്ങളൊരു ആദ്യം ഒരു 1/2 കപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവാണ്. കാരണം നമ്മൾ ഫുള്ളും ആ മൈദയല്ലല്ലോ എടുത്തത്, പകുതി സാധാ മൈദയല്ല എടുത്തത്. അതുകൊണ്ട് ഉപ്പിൻ്റെ ലേശം കുറവുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അരച്ചെടുത്ത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ മാവിൻ്റെ ലൂസ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്കൊരു 2 വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ആയതുകൊണ്ട് 2 ചേർത്ത്, ഇല്ലെങ്കിൽ 3 4 ചേർക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും ഇതൊക്കെ ഞാൻ മിക്സിയിലാണ് സ്ലൈസ് ചെയ്തെടുത്ത്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ആ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 1 സ്പൂൺ ചേർത്ത്, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല മതിയാവും. പിന്നെ ഒരു 1 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്തോളണ്ടി. എരിവൊക്കെ നിങ്ങളെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ അത്യാവശ്യം സ്പൈസി ആയിക്കോട്ടെ എഴുതിയിട്ടാണ് കുരുമുളകും പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പാണ് ചേർത്ത് കൊടുത്തത്. പോള ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി അതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുത്തിട്ട് പകുതി മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ കറക്റ്റ് വെന്ത പോലെ ആയി വരും. അപ്പോൾ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് വെക്കാം. ഇനി ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മുട്ട ഇങ്ങനെ മുറിച്ചിട്ട് ഒരു മുട്ട 4 5 പീസാക്കിയിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം മസാല വെച്ചിട്ടാണ് ഞാൻ മുട്ട വെച്ച് കൊടുത്തത്. അതിൻ്റെ മേലെ കുറച്ചുകൂടി മസാല വെച്ച് കൊടുക്കുകയാണ്.
എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലേ മുറിച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും. ഈ സമയത്ത് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ഞാനത് മറന്നതാണ്. പിന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തത്. ഇനി ബാക്കിയുള്ള നമ്മൾ അരച്ച് വെച്ച മാവ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം വലിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്യാനില്ലാത്തത്. നിങ്ങളത് ചെറിയ പോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കപ്പ് വെച്ച് ചെയ്താലും ഉണ്ടാവും കേട്ടോ. ഇനി ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല മസാല ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനായിരുന്നു, അതൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഉള്ളത് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കും. ഞാൻ ടൊമാറ്റോ സോസ് ചേർക്കാൻ മറന്നിരുന്നു കേട്ടോ. ഇത് കുറച്ച് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണം. ഉള്ളിൽ നമ്മൾ ഫില്ലിങ് കൊടുത്തില്ലേ മുട്ടയൊക്കെ വെച്ചിട്ട്, ആ സമയത്തും കുറച്ച് ചേർത്ത് കൊടുക്കും. ഇനി ഞാൻ വേറെ ഇത് വെന്ത് വന്നപ്പം വേറെ ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് കമത്തി ഇട്ട് കൊടുത്തതാണ്. നിങ്ങളിത് ചെറിയ പോട്ടിലാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ല ഉയരത്തിൽ കിട്ടും കേട്ടോ. ഞാനിത് അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു പോട്ടിലാണ് ചെയ്തെടുത്തത്, അതുകൊണ്ടാണ് ഇത് ഉയരമില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുകൾ ഭാഗം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് വെന്ത് കഴിഞ്ഞാൽ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൈദ ഒരു കപ്പ് എടുക്കാൻ കയ്യിലില്ലാത്തത് കൊണ്ടാണ് മറ്റേ മൈദ വെച്ച് ചെയ്തത്, പക്ഷേ അടിപൊളിയായിരുന്നു. ഈ പൊടി വെച്ചിട്ട് ഞാൻ ഇതുവരെ പോള ചെയ്ത് നോക്കിയിട്ടില്ല. ബ്രെഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം വെറുതെ വീഡിയോ എടുത്തതാണ്. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട്. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. സാധാ മൈദ എടുത്ത് നമ്മൾ ചെയ്യുന്നതിലേറെ എന്തുകൊണ്ടും എനിക്ക് തോന്നുക. പിന്നെ ഞാൻ അരക്കപ്പ് സാധാരണ മൈദയും അരക്കപ്പ് മറ്റേ മൈദയും ചേർത്ത് തന്നെ മുഴുവനായിട്ട് ക്രിസ്പി ചിക്കൻ്റെ മൈദ കയ്യിലുണ്ടെങ്കിൽ എടുക്കുകയായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി ഇത് കഴിച്ച് കഴിഞ്ഞപ്പം. വിരുന്നുകാരൊക്കെ വരുമ്പം നിങ്ങൾ എന്തായാലും ഈ മൈദ നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ സ്പൈസി മസാല നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതേപോലെ സ്പൈസി കുറച്ച് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ അത്യാവശ്യത്തിന് കുരുമുളകും പച്ചമുളകും മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗരം മസാലയൊക്കെ എല്ലാത്തിൻ്റെ, പിന്നെ ഇടയില ചിക്കന് കടിക്കാൻ കിട്ടണം, അതിൻ്റെ ഇടയില മുട്ട വരുന്നത്. എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും. മസാല ഉണ്ടാക്കിയ സമയത്ത് ഉപ്പും മല്ലിച്ചപ്പും ചേർത്തത് ഞാൻ വോയിസ് കൊടുത്തപ്പം പറയാൻ മറന്നതാണ്. സോറി. എല്ലാവരും ചേർത്ത് ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.